ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സാധാരണ പ്രത്യേകിച്ച് തണുപ്പ് കാലമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ താക്കോലിട്ട് നമ്മുടെ ഡോറൊക്കെ തുറക്കുന്ന സമയത്ത് ചിലപ്പോൾ നല്ല ടൈറ്റ് ആവാനൊക്കെ സാധ്യതയുണ്ട് അല്ലേ. ആ ഒരു ഇത് നമുക്ക് പുറത്തേക്ക് ഇറക്കാനൊക്കെ കുറച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്യേണ്ടിയൊക്കെ വരും. ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഒന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഡോറിന് മാത്രമല്ല, അൾമാറ, ഷെൽഫ് ഏത് തന്നെ ആയിക്കോട്ടെ, പൂട്ടായിക്കോട്ടെ, നമുക്ക് താക്കോലിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഷെയർ ചെയ്യുന്നത്. അതിനായി ഒരല്പം വാസ്ലിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് വാസലിൻ എടുത്തതിന് ശേഷം നമ്മുടെ കീയിലൊന്ന് പുരട്ടി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ആ ഡോറിൻ്റെ ആ ഒരു ലോക്കിൻ്റെ ഉള്ളിലൊന്നിട്ട് കൊടുത്ത് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടും. ആ ഒരു കട്ടിപ്പൊക്കെ ആ ഒരു ഹാർഡ് ഫീല് നമുക്ക് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഏതിൽ വേണമെങ്കിലും ട്രൈ ചെയ്യാം, ഏത് പൂട്ടിൽ വേണമെങ്കിലും നമുക്കിത് ട്രൈ ചെയ്യാം കേട്ടോ. അൽമാറയിലായിക്കോട്ടെ, അതുപോലെ തന്നെ ഷെൽഫ് ആയിക്കോട്ടെ, ഏതിലും നമുക്കിത് ട്രൈ ചെയ്യാം. ഏത് ചെറിയ തരം ചാവിയിലായാലും കണ്ടോ, ചെറിയ തരം കീലൊക്കെ ആയാലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഒന്നുകിൽ നമുക്ക് വാസ്ലിനോ അല്ലെങ്കിൽ നമ്മുടെ മെഴുകുതിരി ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മെഴുകുതിരി സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അത്ര ഓയിലി ആവില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഓയിലി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വാസ്ലിൻ ഉണ്ടായിരിക്കും കേട്ടോ ബെറ്റർ. അപ്പം ഇതുപോലെ ചെയ്തെടുക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ കൊടയുടെ ഈ ഒരു പോർഷനിലൊക്കെ കുറച്ച് വാസലിൻ പുരട്ടാണെങ്കിൽ ആ ഒരു തിക്നെസ്സൊക്കെ നമുക്ക് മാറിക്കിട്ടും. കുട തുറക്കുമ്പോഴോ അടയ്ക്കുമ്പോഴോ ഉണ്ടാകുന്ന ആ ഒരു ഭാരം, ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്കൊന്ന് കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാ ഇല്ലുകളിലും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ അതൊന്ന് തീർച്ചയായും ട്രൈ ചെയ്യുക, പ്രത്യേകിച്ച് കുട മടക്കി സൂക്ഷിക്കുമ്പം. അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് പറയുന്നത് നമ്മുടെ ചന്ദനത്തിരിയാണ്. നമ്മുടെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെക്കുന്ന സമയത്ത് നമുക്കിതുപോലെ വാസലിൻ ഒരല്പം പുരട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നേരം ചന്ദനത്തിരി പുകയാൻ കാരണമാവും കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ നേരം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വാസലിൻ പുരട്ടി കൊടുക്കാം. അതുപോലെ തന്നെ ഇനി വാസലിൻ പുരട്ടി കൊടുത്തതിന് ശേഷം ഒരല്പം ഇതുപോലെ സ്പ്രേ കൂടി അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു സ്മെല്ല്, ചന്ദനത്തിരിയുടെ സ്മെല്ല് വെറൈറ്റി ആയി മാറും കേട്ടോ. ആ ഒരു അതേ സ്മെല്ലായിരിക്കും, നമ്മുടെ ഈ ഒരു സ്പ്രേയുടെ അതേ സ്മെല്ല് തന്നെ നമുക്ക് ചന്ദനത്തിരി കത്തുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് സ്മെല്ലിന് എന്തെങ്കിലും ഒരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും പെർഫ്യൂം ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തതിന് ശേഷം അത് നമ്മളൊന്ന് കത്തിച്ചു കൊടുക്കുക. അങ്ങനെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആ ഒരു സ്മെല്ല്, നമ്മൾ കുത്തുന്ന മണമൊക്കെ ഒഴിവായി നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു സുഗന്ധം നമുക്ക് ആക്കി തീർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വാസലിൻ നമുക്ക് തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ചിലരും നനച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ നനച്ചു കൊടുത്താലും കൂടുതൽ നമ്മൾ വാസലിൻ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും നല്ല പെർഫെക്റ്റ്. അപ്പോൾ ഈ ടിപ്പൊക്കെ ഒന്ന്